ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ദുറൂസിൻ്റെ 3ാമത്തെ പാഠമാണ് നോക്കുന്നത്. പാഠം 3, അസ്സുഹദ്, പരിത്യാഗം. നീ പരിത്യാഗിയാവുക എന്നാൽ നീ ബുദ്ധിമാനാകും. പരിത്യാഗം ധനത്തോടുള്ള നിന്റെ ഹൃദയത്തിൻ്റെ ബന്ധം ഒഴിവാകലാണ്, ധനം ഇല്ലാതാവലല്ല. അഹ്മദ് ബിനു ഹൻബൽ റഹിമഹുല്ല പറഞ്ഞു, പരിത്യാഗം 3 രീതിയിലാണ്. ഒന്നാമത്തേത് ഹറാമിനെ ഉപേക്ഷിക്കൽ, അത് പൊതുജനങ്ങളുടെ പരിത്യാഗമാണ്. 2, ആവശ്യമില്ലാത്ത ഹലാലുകൾ ഉപേക്ഷിക്കൽ, ഇത് പ്രത്യേകക്കാരുടെ പരിത്യാഗമാണ്. 3, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ഇത് ആരിഫീങ്ങളുടെ പരിത്യാഗമാണ്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ല പറഞ്ഞു, ദുനിയാവിലെ പരിത്യാഗമെന്നാൽ ആഗ്രഹം കുറയ്ക്കലാണ്, കട്ടിയുള്ളത് തിന്നുകയോ കരിമ്പടം ധരിക്കുകയോ അല്ല. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യൻ വാർദ്ധക്യത്തിലെത്തുമ്പോഴും അവനിൽ 2 കാര്യങ്ങൾ യുവത്വത്തിലായിരിക്കും. 1 ധനത്തോടുള്ള ആർത്തി, 2 ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തെ ഈ ദുനിയാവുമായിട്ട് വിച്ഛേദിച്ചിരുന്നു, അതിൽ നിന്നും ഒന്നിനെയും കരുതി വച്ചിരുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളേക്കു വേണ്ടി ഒന്നും കരുതി വച്ചിരുന്നില്ല. അലി ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുന്നതായി കേട്ടു. ആ കേട്ട പ്രസംഗത്തിൽ എന്തായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ജനങ്ങളെ, നിങ്ങളുടെ പ്രവാചകൻ ദുനിയാവിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പരിത്യാഗിയായിരുന്നു. എന്നാൽ നിങ്ങളിന്ന് ദുനിയാവിൽ ഏറ്റവും സുഖാഡംബര ജീവിതം നയിക്കുന്നവരാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ പരിത്യാഗം എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പരിത്യാഗം ദുനിയാവിനോടും അതിൻ്റെ ഭംഗിയോടുമുള്ള ഇഷ്ടത്തെ ഉപേക്ഷിക്കലും പരലോകത്തേക്കാൾ ഇഹലോക കാര്യങ്ങൾക്ക് മുൻഗണന നൽകാതിരിക്കലുമാണെന്ന് നാം മനസ്സിലാക്കി. ആരെങ്കിലും ദുനിയാവിൽ പരിത്യാഗിയായാൽ അള്ളാഹു അവന് മതിയായവനാണ്. അപ്പോൾ എന്താണ് പരിത്യാഗമെന്ന് നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ദുനിയാവിലുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇഹലോകത്തെ കാര്യങ്ങൾക്കായിരിക്കണം എന്നാണ് പറയുന്നത്. സ്ത്രീകൾ, പുരുഷന്മാർ, സ്വർണ്ണ വെള്ളിക്കൂനകൾ, മുന്തിയ കുതിരകൾ, കാലികൾ, കൃഷിയിടങ്ങൾ തുടങ്ങിയവയോടുള്ള ഭ്രമം മനുഷ്യർക്ക് അലങ്കൃതമാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയും ഇഹലോക ജീവിത വിഭവങ്ങളാണ്. ഉത്കൃഷ്ട ഭവനമുള്ളത് അള്ളാഹുവിങ്കലാണ്. എന്നാൽ ഇവയേക്കാൾ ഗുണകരമായത് ഞാൻ നിങ്ങൾക്കു പറഞ്ഞു തരട്ടെയോ എന്നു താങ്കൾ ചോദിക്കുക. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയവർക്ക് അടിയിലൂടെ അരുവികളൊഴുകുന്ന ആരാമങ്ങൾ റബ്ബിങ്കലുണ്ട്. അവരതിൽ ശാശ്വതരാണ്. നിർമ്മലരായ ഇണകളും അള്ളാഹുവിൻ്റെ പൊരുത്തവും അവർക്കുണ്ടാവും. തൻ്റെ ദാസരുടെ കാര്യങ്ങൾ അള്ളാഹു നന്നായി കാണുന്നവനാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ദുനിയാവ് ആരുടെയെങ്കിലും സുപ്രധാന ലക്ഷ്യമായാൽ അള്ളാഹു അവൻ്റെ കാര്യങ്ങളെ ഛിന്ന ഭിന്നമാക്കും. അവൻ്റെ കൺമുന്നിൽ ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. കണക്കാക്കപ്പെട്ടത് മാത്രമേ ദുനിയാവിൽ അവന് ലഭിക്കുകയുള്ളൂ. പരലോകമാണ് ഒരുത്തൻ്റെ പ്രധാന ലക്ഷ്യമെങ്കിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഒരുമിപ്പിക്കുകയും ഹൃദയത്തിൽ സമ്പന്നത ഉണ്ടാക്കുകയും ദുനിയാവ് നിന്ദ്യമായി അവനിലേക്ക് വരികയും ചെയ്യും. ഈ ഒരു പാരഗ്രാഫിൽ 2 തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതായത് ദുനിയാവിനെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരും അതുപോലെ തന്നെ പരലോകത്തെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരും. ഇപ്പോൾ ദുനിയാവിനെയാണ് ഒരാൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഛിന്ന ഭിന്നമാക്കുന്നു, അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ അവനിലേക്ക് എത്തിക്കും എന്നാണ് പറയണത്. ഇനി പരലോകമാണ് ഒരുത്തൻ ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു ഒരുമിപ്പിക്കുകയും അവൻ്റെ ഹൃദയത്തിൽ സമ്പന്നത ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നതിലൊന്ന് ദുനിയാവിൻ്റെ ആഡംബരവും ഭംഗിയും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടുള്ളൊരു കാര്യം അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹുവിടെ അറിയിക്കുകയാണ്. അപ്പോൾ നബി ജനങ്ങളെ തൊട്ട് ഭയന്നിരുന്നൊരു കാര്യം എന്താണെന്ന് പറയാണ്, ദുനിയാവിൻ്റെ ആഡംബരവും ഭംഗിയും നമ്മൾക്ക് ഒരുപാട് തുറന്നു തരുന്നത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്നത് എന്നാണ്. അതുപോലെ ഇവിടെ ഒരു അറബി വാക്ക് കൊടുത്തിട്ടുള്ളത് അൽ ഖനാതീറുൽ മുഖൻതറത്തി, അതായത് കുമിഞ്ഞുകൂടിയ സ്വത്ത് അല്ലെങ്കിൽ ഒരുപാട് ധനം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തതായിട്ട് ഈ പാഠത്തിലെ തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തദ്രീബാത്തിൽ ആദ്യമായിട്ട് വായിക്കാനായിട്ട് ഒരു 3 ആയത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ആയത്ത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് തുടങ്ങിയിട്ടുള്ള ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ അയാൾക്കൊരു മോചനമാർഗം സജ്ജീകരിച്ചു കൊടുക്കുന്നതും നിനച്ചിരിക്കാത്ത വിധം ഉപജീവനമാർഗം നൽകുന്നതുമാണ്. അവൻ്റെ മേൽ ആരെങ്കിലും കാര്യങ്ങൾ ഭാരമേൽപ്പിക്കുന്നുവെങ്കിൽ അയാൾക്ക് അവൻ തന്നെ മതി. തൻ്റെ കാര്യം അള്ളാഹു നേടുക തന്നെ ചെയ്യും. ഓരോ വിഷയത്തിനും അവനൊരു നിർണയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ആയത്താണ് ഫഅരിൽ അമ്മൻ തവല്ല അൻ ദിക്രിന എന്ന് തുടങ്ങി വഹുവ അഅലമു ബിമനിഹ്തദ എന്നവസാനിക്കുന്ന ഒരായത്താണ്. അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അതിനാൽ നമ്മുടെ ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ദുനിയാവിലെ ജീവിതം മാത്രം ലക്ഷ്യീകരിക്കുകയും ചെയ്തവരെ അങ്ങ് അവഗണിക്കുക. തൻ്റെ പാന്താവിൽ നിന്നും വ്യതിചലിച്ചവരെ കുറിച്ച് താങ്കളുടെ നാഥൻ അറിയുന്നവനാണ്. സന്മാർഗപ്രാപ്തരെ പറ്റിയും അവനു നന്നായി അറിയാം. ഇനി മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ള ഒരായത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങിയിട്ടുള്ള ഫൽ യൻലുർ ബിമാ തർജിഉ, ആ ഒരു ആയത്തിൻ്റെ അർത്ഥമാണ് നമ്മളിവിടെ പറയുന്നത്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇഹലോകം നിങ്ങളിലൊരാൾ അവൻ്റെ വിരൽ സമുദ്രത്തിൽ മുക്കിയെടുക്കുമ്പോൾ ആ വിരലിലുള്ള വെള്ളം എത്രയാണോ അതാണ്. ഇനി അടുത്തത് ചോദ്യോത്തരങ്ങളാണ്. അതിലാദ്യത്തേത് മാദാ കാല സുഫ്യാനു സൗരി റഹിമഹുല്ല അനി സുഹദി. അതിൻ്റെ അർത്ഥം സുഫ്യാനു സൗരി റഹിമഹുല്ല പരിത്യാഗത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്. അതിൻ്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ 2ാമത്തെ പാരഗ്രാഫിൽ 2ാമത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട്. കാല സുഫ്യാനു സൗരി റഹിമഹുല്ല അസ്സുഹുദു ഫിദ്ദുന്യ ഖസ്റുൽ അമലി ലൈസ ബി അഖലിൽ അലീൽ വലാ ബിലുബ്സിൽ അബാ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതിൻ്റെ അർത്ഥം ദുനിയാവിലെ പരിത്യാഗം എന്നാൽ ആഗ്രഹം കുറയ്ക്കലാണ്, കട്ടിയുള്ളത് തിന്നുകയോ കരിമ്പടം ധരിക്കുകയോ അല്ല. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ ഖാല അഹ്മദ് ബിനു ഹൻബൽ റഹിമഹുല്ല അസ്സുഹുദു സലാസത്തു ഔജുഹിം മാഹിയ. അഹ്മദ് ബിനു ഹൻബൽ റഹിമഹുല്ല പറഞ്ഞ പരിത്യാഗം 3 രൂപത്തിലാണ് ഏതെല്ലാം. അതിൻ്റെ ഉത്തരം 1ാമത്തെ പാരഗ്രാഫ് മുതലാണ് തുടങ്ങുന്നത്. അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ കാണാം അഹദുഹുമ, ഒന്നാമത്തേത് തർക്കുൽ ഹറാമി വഹുവ സുഹുദുൽ അവാമി. അതിൽ 2ാമത്തേത് വസാനി തർക്കുൽ ഫുലൂലി മിനൽ ഹലാലി വഹുവ സുഹുദുൽ ഹവാസി. വസാലിസു തർക്കുമാ ഷുഇലിൽ അബദി അനില്ലാഹി തആല വഹുവ സുഹുദുൽ ആരിഫീൻ. ഇതാണ് ആ 3 കാര്യങ്ങൾ. അതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഹറാമിനെ ഉപേക്ഷിക്കൽ, ഇത് പൊതുജനങ്ങളുടെ പരിത്യാഗമാണ്. ആവശ്യമില്ലാത്ത ഹലാലുകൾ ഉപേക്ഷിക്കൽ, ഇത് പ്രത്യേകക്കാരുടെ പരിത്യാഗമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ഇത് ആരിഫീങ്ങളുടെ പരിത്യാഗമാണ്. ഇതാണ് ആ 3 കാര്യങ്ങൾ. ഇനി 3ാമത്തെ ചോദ്യം അസ്സുഅദുൽ ആരിഫീന മാഹുവ. ആരിഫീങ്ങളുടെ പരിത്യാഗം എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ നമ്മളിപ്പോൾ 3 പരിത്യാഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ 3ാമതായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ 2ാമത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട് വസാലിസു എന്ന് പറഞ്ഞിട്ട് തർക്കുമാ യുഷ്ഇലിൽ അബ്ദ അനില്ലാഹി തആല വഹുവ സുഅദുൽ ആരിഫീൻ. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ കുറിച്ചുള്ള
ചിന്ത ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ആരിഫ്യങ്ങളുടെ പരിത്യാഗമാണ്. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് പൂരിപ്പിക്കലാണ്. നുക്കമ്മിൽ പൂരിപ്പിക്കുക. രണ്ടായത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തേത് യഹ്റമുബ്നു ആദമ ഡാഷ്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പാരഗ്രാഫ്. ആ ഒരു മൂന്നാമത്തെ പാരഗ്രാഫിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. യഹ്റമുബ്നു ആദമ വതഷിബ്ബു മിൻ ഹുസ്നത്താനി എന്ന് തുടങ്ങുന്നത് മുതൽ ആ ഒരു ആയത്ത് അല ഉമൂർ വരെ അവസാനിക്കുന്നു. അതാണ് ആയത്തിൻ്റെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് ഇന്ന മിമ്മ അഹാഫു അലൈക്കും ഡാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ആയത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന മിമ്മ അഹാഫു അലൈക്കും മാ യഫ്തഹുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുന്യ വസീനത്തിഹ. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇടുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.